ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് മന്തിയാണ്. നല്ല അടിപൊളി റെസിപ്പിയാണ്, മസ്റ്റ് ട്രൈ ആണ്. ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ 1 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മാഗി ക്യൂബും കൂടി എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 5 ഏലക്കായ്, അതുപോലെ 2-3 കഷ്ണം പട്ട, പിന്നെ ഒരു 7-8 ഗ്രാമ്പു, അതുപോലെ ഒരു ഉണക്ക നാരങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു സവാള, അതുപോലെ തന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മന്തി മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഫുഡ് കളറും കൂടി ചേർത്തിട്ടുണ്ട്. ഫുഡ് കളർ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ 1/4 ടീസ്പൂണിലധികം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് മൊത്തത്തിലൊന്ന് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ചെറിയ പീസായിട്ടാണ് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത്. മന്തിയുടെ പീസ് പോലെ വലിയ പീസ് ആക്കിയിട്ടില്ലേ. ഇതെനിക്ക് വീട്ടിലേക്ക് ആയതുകൊണ്ട് ഞാൻ ചെറിയ പീസിലാണ് ആക്കിയത്. അങ്ങനെ എല്ലാ ചിക്കനും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി നല്ലപോലെ കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാലയിൽ ചിക്കനിലേക്ക് നല്ലപോലെ പിടിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് മന്തി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ടുള്ളൊരു മന്തിയാണ് ഇത്. അത്ര അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും എനിക്ക് ഓക്കെ ആയിട്ടുള്ളൊരു മന്തിയാണ് ഇത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഞാനിത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഞാനിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്ക് ഒരു ഭാഗം വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറുഭാഗവും അതുപോലെ തന്നെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പിന്നീട് ഇത് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. അതിനു മുമ്പ് ഞാനിതിലെ ഓയിൽ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചോറ് ദമ്മിടുന്ന സമയത്ത് അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാക്കാം. ഞാനിവിടെ സെല്ലാ റൈസാണ് എടുത്തിട്ടുള്ളത്.
ഏകദേശം ഇതൊരു 1 കിലോൻ്റെ അടുത്ത് അരിയുണ്ട്. അതുപോലെ തന്നെ ചിക്കനും 1 kg ഉണ്ട്. ഇനി ചോറൊന്ന് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കിത് ദം ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ചോറിട്ടതിന് ശേഷം അതിന് മുകളിലായിട്ട് നേരത്തെ എടുത്തു വെച്ചെന്ന് പറഞ്ഞ ഓയിലുണ്ടല്ലോ നമ്മൾ എടുത്തു വെച്ചത്, അത് അതിന് മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എടുത്തു വെച്ച ഓയിൽ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞപ്പൊടിയും കൂടി കലക്കിയതും കൂടി ഒഴിക്കുന്നുണ്ട്. ഞാൻ സാധാ കുറച്ച് വെള്ളത്തിൽ മഞ്ഞപ്പൊടി കലക്കിയതാണ്, അതും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കലക്കി വെച്ച മഞ്ഞപ്പൊടി കുറച്ച് വെള്ളം പോലെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മഞ്ഞ കളർ അത്ര കാണുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് നല്ല കട്ടിയോടെ തന്നെ ചെയ്തോളൂ കേട്ടോ. അപ്പം ഞാൻ ഫുള്ള് റൈസും ഇവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ മഞ്ഞപ്പൊടി വെള്ളവും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ പച്ചമുളക് ഇതുപോലെ വെറുതെ ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ചാർക്കോൾ കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ചാർക്കോൾ കത്തിച്ചിട്ട് ഒരു ടീസ്പൂണ് ഓയിലും കൂടി ചേർത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ അടച്ച് വെക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റ് ഞാനിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി മന്തിയാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റുള്ളൊരു മന്തിയാണ്, മസ്റ്റ് ട്രൈ ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.